Good morning to all. Today I am going to discuss about the topic calls on shares. ഈ കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ക്യാഷ് വാങ്ങില്ല. അതായത് ഒരു 100 രൂപയാണ് ഷെയർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 5% ഒക്കെയാണ് ആപ്ലിക്കേഷൻ മണിയായിട്ട് വാങ്ങാം. പിന്നെയുള്ള ക്യാഷൊക്കെ അലോട്ട്മെൻറ്റ് മണി, അതുപോലെ ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമ്പനി കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷെയറിൻ്റെ പ്രൈസ് പല പല ഘട്ടങ്ങളിലായിട്ടാണ് കമ്പനി കളക്ട് ചെയ്യുന്നത്. ഈ കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ക്യാഷ് ആവശ്യമുണ്ടാകുമ്പോൾ കമ്പനി ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഷെയർ പ്രൈസ് കളക്ട് ചെയ്യുന്നതിനെയാണ്. ഇനി നോക്കാം. വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് ദ ടേംസ് ഓഫ് ഇഷ്യൂസ് മേ സ്പെസിഫൈ ദ ഇൻസ്റ്റാൾമെൻറ്റ് ബൈ വിച്ച് ദ ഇഷ്യൂ പ്രൈസ് ഷാൽ ബി പേയബിൾ. എന്ന് വെച്ചാൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതിൽ എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കമ്പനി ആ ഒരു ഷെയറിൻ്റെ പ്രൈസ് കളക്ട് ചെയ്യുക എന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. എ മെമ്പർ ഓഫ് എ കമ്പനി ഈസ് ബൗണ്ട് ടു പേ ദ നോമിനൽ എമൗണ്ട് ഓഫ് ഷെയർ വിച്ച് ഹി ഹാസ് പർച്ചേസ്ഡ്. അതിൻ്റെ ആ ഒരു ഫസ്റ്റ് കേസിൽ അയാൾ പർച്ചേസ് ചെയ്യുമ്പോൾ നോമിനൽ എമൗണ്ടിൻ്റെ ഒരു 5% ആണ് ആപ്ലിക്കേഷൻ മണിയായിട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ മെമ്പറുടെ അടുത്ത് നിന്ന് കമ്പനിക്ക് കിട്ടാനുള്ള എമൗണ്ടില്ലേ അതൊരു ഡെപ്റ്റായിട്ട് എടുക്കണം. ആ ഡെപ്റ്റ് ആരാണ് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അവരത് ഘട്ടം ഘട്ടമായിട്ട് ഡെപ്റ്റിനെ കമ്പനിക്ക് കൊടുത്തു തീർക്കണം. അങ്ങനെ കൊടുത്തു തീർക്കണതിനെയാണ് ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് കോൾസ് ഓൺ ഷെയർ എന്ന് പറയുന്നത് കമ്പനി ഷെയർ പ്രൈസ് പല പല ഘട്ടങ്ങളായിട്ട് കളക്ട് ചെയ്യുന്നതിനെയാണ്. ഇനി കമ്പനി ഷെയർ പ്രൈസ് പല പല ഘട്ടങ്ങളിൽ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ അടുത്തത് പറയുന്നത്. ഇത് സെക്ഷൻ 39 ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നോക്കാം. Section 39 provides that not less than 5% of the nominal value of shares can be called by way of application money and another sum at allotment. The balance may be payable as and when called for. No call shall exceed 1/4 of the nominal value of the share or be payable at less than 1 month from the date fixed for the payment of the last preceding call. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെയറിൻ്റെ നോമിനൽ വാല്യൂൻ്റെ ഒരു 5% ആയിരിക്കും കമ്പനി ആപ്ലിക്കേഷൻ മണിയായിട്ട് കളക്ട് ചെയ്യേണ്ടത്, അല്ലേ? അതിൻ്റെ ഒരു ബാലൻസ് എമൗണ്ട് ആണ് പിന്നെ കമ്പനി ഇങ്ങനെ കോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കോൾ വിളിക്കുമ്പോൾ നോമിനൽ വാല്യൂൻ്റെ 1/4 എമൗണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഭാഗം വെച്ചിട്ടായിരിക്കും അവർ ആ ഓരോ കോളിലും വിളിക്കുക. അപ്പോൾ അവർ ഒറ്റയടിക്ക് അതൊന്നും വിളിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഷെയറിൻ്റെ പ്രൈസ് എത്രയാണോ ആ പ്രൈസിനെ 4 ഭാഗിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗമായിരിക്കും കമ്പനി വിളിക്കുക. കമ്പനിക്ക് ഫണ്ട് ആവശ്യമുണ്ടാകുന്ന സമയത്തായിരിക്കും ഘട്ടം ഘട്ടമായിട്ട് കോൾ വിളിക്കുക. ദ പവർ ടു മേക്ക് കോൾ ഈസ് എക്സസൈസ്ഡ് ബൈ ദ ബോർഡ് ഓഫ് മീറ്റിംഗ് മീൻസ് ഓഫ് എ റെസൊല്യൂഷൻ. ദ ബോർഡ് മേക്കിംഗ് എ കോൾ മസ്റ്റ് ഒബ്സർവ് ദ പ്രൊവിഷൻ ഫോർ ദ ആർട്ടിക്കിൾസ്, അതർവൈസ് the call will be invalid and the shareholder is not bound to pay, but a call should not be invalid due to small irregularity in making the call. ഇതിൽ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കോള് വിളിക്കുന്നത് തീരുമാനിക്കുന്നതൊക്കെ ഒരു ജനറൽ മീറ്റിംഗ് നടത്തിയിട്ട് അതിൽ ബോർഡ് മെമ്പേഴ്സൊക്കെ ആയിരിക്കും. സോ ബോർഡ് മെമ്പേഴ്സ് ഡയറക്ടേഴ്സ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ വെച്ചിട്ടായിരിക്കും കോൾസ് വിളിക്കുന്നത്. അല്ലാണ്ട് അല്ലാത്ത കോൾസൊക്കെ എന്താണ് വാലിഡ് ഇല്ലാത്തതായിരിക്കും, വോയിഡായിട്ട് പോകും. ഇനി അടുത്തത് എസെൻഷ്യൽ ഓഫ് എ വാലിഡ് കോൾ. ഒരു കോള് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് പോയിന്റ്, ഇൻ മേക്കിംഗ് എ കോൾ കെയർ മസ്റ്റ് ബി ടേക്കൺ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ദ ഡയറക്ടേഴ്സ് മേക്കിംഗ് ഇറ്റ് ആർ ഡ്യൂലി അപ്പോയിൻറ്റഡ് ആൻഡ് ഡ്യൂലി ക്വാളിഫൈഡ്. അതായത് കമ്പനി ഇഷ്യൂവിൽ ഈ കോൾസൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ഡയറക്ടേഴ്സ് ശരിയായ രീതിയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം, ശരിയായ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ദ മീറ്റിംഗ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് ബീൻ ഡ്യൂലി കൺവീൻഡ്. അതായത് കോൾസ് വിളിക്കുന്നതിന് മുമ്പ് ബോർഡ് മീറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരിക്കണം. തേർഡ് പോയിന്റ്, ദ പ്രോപ്പർ ഗൺ ഈസ് പ്രസൻറ്റ്.
അതായത് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള എത്ര മെമ്പേഴ്സാണ് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മെമ്പേഴ്സ് നിർബന്ധമായും പങ്കെടുത്തിരിക്കണം. ഫോർത്ത് പോയിന്റ്, ദ റെസൊല്യൂഷൻ മേക്കിംഗ് ദ കോൾ ഈസ് ഡ്യൂലി പാസ്ഡ്. അതായത് എന്തൊക്കെ അജണ്ടകളാണ് ഈ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അതൊക്കെ റെസൊല്യൂഷനായിട്ട് പാസ്സായിട്ടുണ്ടാകണം. ഇനി ഫിഫ്ത്ത് പോയിന്റ്, എ പ്രോപ്പർ എൻട്രി ഈസ് മെയ്ഡ് ഇൻ ദ മൈന്യൂട്ട്സ്. അതായത് മൈന്യൂട്ട്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻട്രി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടിരിക്കണം. ഇതൊക്കെയാണ് ആദ്യമായിട്ട് കമ്പനി കോൾ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി സെക്കൻഡാമത്തെ പോയിന്റ് നോക്കാം. കോൾ ഓൺ ഷെയർസ് ഓഫ് സെയിം ക്ലാസ് മസ്റ്റ് ബി മെയ്ഡ് ഓൺ യൂണിഫോം ബേസിസ്. അതായത് ഷെയർ കോൾ വിളിക്കുമ്പോൾ ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഒരേ ക്ലാസ് ഓഫ് ഷെയറിൻ്റെ കോൾ ഒന്നിച്ച് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഇനി തേർഡ് പോയിന്റ്, കോൾ ഈസ് ടു ബി മെയ്ഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ താല്പര്യപ്രകാരമായിരിക്കണം കോൾസൊക്കെ വിളിക്കേണ്ടത്. നെക്സ്റ്റ്, കോൾസ് ഇൻ അഡ്വാൻസ്. Section 50th of the Companies Act provides that a company may, if authorized by its articles, accept from any member the whole or a part of the amount remaining unpaid on any shares held by him, although no part of the amount has been called up. This is known as payment in advance of calls or calls in advance. ഇതിൽ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കോൾ എമൗണ്ട് ഒരാൾ തരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ തരാണെങ്കിൽ അതിനെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയും. അപ്പോൾ കമ്പനി അത് എന്ത് ചെയ്തിട്ടില്ല, കോൾസ് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റർ മുൻകൂട്ടി തന്നെ ആ ഒരു കോൾ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി സറണ്ടർ ഓഫ് ഷെയർസ്. Surrender of shares means voluntary return of the shares by the shareholders to the company for cancellation. There is no provision for the surrender of shares in the Companies Act, but in the articles of some companies allow it as a shortcut to the procedure for the forfeiture. സറണ്ടർ ഓഫ് ഷെയറിൽ എന്താണ് പറയുന്നത്, കമ്പനിയിൽ നിന്ന് ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഷെയറിനെ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. അതിനെയാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതായത് അയാൾ വാങ്ങിയിട്ടുള്ള ഷെയറിനെ ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് സറണ്ടർ എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊവിഷൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ചില കമ്പനീസ് അവരുടെ ആർട്ടിക്കിൾസിൽ ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർഫീച്ചർ നടത്തിയവർ അല്ലെങ്കിൽ അവർ ഷെയർ ഫോർഫീച്ചർ നടത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഷോർട്ട് കട്ട് എന്ന നിലയിലാണ് ആർട്ടിക്കിൾസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. ദ സറണ്ടർ ഓഫ് ഷെയർസ് ബൈ എ മെമ്പർ ടു ദി കമ്പനീസ് ഈസ് വാലിഡ്. അതായത് സറണ്ടർ ഓഫ് ഷെയറിന് വാലിഡ് ആവുന്ന 3 കേസുകളാണ് ഇവിടെ പറയുന്നത്. First one, where the articles give the directors the power to accept, it is accepted to save the company from going the formalities of forfeiture. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ഡയറക്ടേഴ്സിന് അംഗീകരിച്ചിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കമ്പനി ഫോർഫീച്ചർ ഓഫ് ഷെയർ നടത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ മീറ്റ് ചെയ്യാനെന്ന നിലയ്ക്ക് സറണ്ടർ ഓഫ് ഷെയറിന് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സറണ്ടർ ഓഫ് ഷെയറുമായിട്ട് മുന്നോട്ട് പോകാം. ഇനി സെക്കൻഡ് പോയിന്റ്, ഫുള്ളി പെയ്ഡ് ഷെയർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ഓൺ സറണ്ടർ വെൻ ഷെയർ സറണ്ടേഡ് ആർ ഇൻ എക്സ്ചേഞ്ച് ഫോർ ന്യൂ ഷെയർസ് ഓഫ് ദി സെയിം നോമിനൽ വാല്യൂ. ഇറ്റ് ഈസ് ബിക്കോസ് ഇൻ സച്ച് കേസ് ദ ക്യാപിറ്റൽ ഈസ് നോട്ട് റെഡ്യൂസ്ഡ് ബട്ട് ഓൺലി റീപ്ലേസ്ഡ്. അങ്ങനെ പല കേസുകളിലും ഷെയർ ഹോൾഡറിന് ഫുള്ളി അടച്ചു തീർക്കാനുള്ള ഷെയറിനെ സറണ്ടർ ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നടത്തുന്ന സറണ്ടറിന് ശേഷം കമ്പനി പിന്നെയും ഷെയർസ് അയാൾക്ക് തന്നെ കൊടുക്കാറുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ സെയിം നോമിനൽ വാല്യൂ തന്നെ പിന്നെയും ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെങ്കിൽ സറണ്ടർ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറിൻ്റെ കാര്യത്തിലും നടത്താവുന്നതാണ്. തേർഡ് പോയിന്റ്, surrendered shares may be reissued in the same way as forfeited shares. അതായത് ഇത്തരത്തിലൊരു ഷെയർ ഹോൾഡർ സറണ്ടർ ചെയ്തിട്ടുള്ള ഷെയറിനെ പിന്നെയും വേണമെങ്കിൽ കമ്പനിക്ക് റീഇഷ്യൂ ചെയ്യാം. അടുത്തത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? ഫോർഫീച്ചർ മീൻസ് കമ്പൽസറി ടെർമിനേഷൻ ഓഫ് ഓണർഷിപ്പ് ഓഫ് എനി ഷെയർ ഹോൾഡർ ഹു ഹാസ് മെയ്ഡ് ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് കോൾ മണി. ഫോർഫീച്ചർ എന്ന് പറയുന്നത് ഒരു കമ്പൽസറി ടെർമിനേഷൻ ഓഫ് ഓണർഷിപ്പാണ്.
ഇതിലൊരു ഷെയർ ഹോൾഡറിന് ഫോർഫീച്ചർ മണി അല്ലെങ്കിൽ ഒരു കോൾ മണി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു ഷെയറിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഫേസ് വാല്യൂ എമൗണ്ട് കളക്ട് ചെയ്യപ്പെടുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജൊക്കെ ആയിട്ടാണ്. അതായത് അപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ എന്ന സ്റ്റേജിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഓരോ സമയത്തും ഷെയർ ഹോൾഡറിനോട് മണി ആവശ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കോൾ മണിയിൽ ഡ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അറീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീഴ്ച വന്നാൽ, ഷെയർ ഹോൾഡർ പണം അടയ്ക്കുന്നതിൽ വീഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കമ്പനിയിൽ അതുവരെ അടച്ച തുക മൊത്തം ഷെയർ ക്യാൻസൽ ചെയ്യുന്നു. ഇതിനെയാണ് ഫോർഫീച്ചർ ഷെയർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 4 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. In accordance with the articles, a forfeiture must be authorized by the articles of the company. Articles of Associationലെ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആണ്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഫോർഫീച്ചറിന് ഓതറൈസ് ചെയ്തിട്ടുണ്ടാകണം. ഇനിയാണ് നെക്സ്റ്റ് പോയിന്റ്, നോട്ടീസ്. The company must serve the notice to the defaulting shareholders requiring payment of the calls as is unpaid together with the interest. ഇതിൽ പറയുന്നത് കമ്പനിക്ക് പെട്ടെന്ന് ഷെയർ ഹോൾഡറിൻ്റെ അടുത്ത് നിന്ന് ഷെയർ തിരിച്ചു വാങ്ങാനായിട്ട് പറ്റില്ല. അതൊരു പ്രോസസ്സിലൂടെ മാത്രം നടത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്ററിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. കമ്പനി ഷെയറിനെ ഫോർഫീറ്റർ ചെയ്യാൻ പോകുകയാണെങ്കിൽ അതിനു മുമ്പായിട്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സാണ് പെൻഡിങ് വരുത്തിയേക്കണേ അവർക്കൊക്കെ ഈ ഡിഫോൾട്ടിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസ് അയക്കണം. ഇനി തേർഡ് പോയിന്റ്, റെസൊല്യൂഷൻ ഓഫ് ദി പോർട്ട്. If the defaulting shareholders does not pay the amount within the specified time as required by the notice, the directors must pass a resolution forfeiting of shares. If this resolution is not passed, the forfeiture is invalid. അതായത് ഡിഫോൾട്ട് പേയ്മെൻറ്റ് വരുത്തിയിട്ടുള്ള വ്യക്തിക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. അതുപോലെ തന്നെ കമ്പനി മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സായിട്ടുണ്ടാകണം. ഡയറക്ടേഴ്സിന് ആ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു ഫോർഫീച്ചർ ഇൻവാലിഡ് ആയിട്ടാണ് കണക്കാക്കാം. ഫോർത്ത് പോയിന്റ്, ഗുഡ് ഫെയ്ത്ത്. The power to forfeit shares must be exercised by the directors in good faith and for the benefit of the company. ഷെയർ ഫോർഫിറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ ആ ഒരു വിശ്വാസം ഡയറക്ടറിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഷെയർ ഫോർഫിറ്റ് ചെയ്യുന്നതിന് മുന്നേയുള്ള കണ്ടീഷൻസൊക്കെ. ഇനി അടുത്തത് നോക്കാം, എഫക്റ്റ് ഓഫ് ഫോർഫീച്ചർ. അതായത് കമ്പനി ഫോർഫീച്ചർ ഷെയറിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, സെസേഷൻ ഓഫ് എ മെമ്പർഷിപ്പ്. A person whose shares have been forfeited cases to be a member in respect of the forfeited shares. അതായത് എന്താണ് ഇതിൽ പറയുന്നത്, കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിട്ടുള്ള ആൾക്കാരെയാണ് ഓണേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു മെമ്പറായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഷെയറിൻ്റെ ഫോർഫിറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ അടുത്ത് നിന്നിട്ട് ഷെയർ തിരിച്ചു വാങ്ങും. അപ്പോൾ ആ ഒരു കേസിലാണ് മെമ്പറിനെ പിന്നെ ഒരു മെമ്പറായിട്ട് കണക്കാക്കില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ രജിസ്റ്ററിൽ നിന്ന് മെമ്പറിൻ്റെ പേര് റിമൂവ് ചെയ്യും. ഇതിനെയാണ് സെസേഷൻ ഓഫ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, സെസേഷൻ ഓഫ് ലയബിലിറ്റി. ദ ലയബിലിറ്റി ഓഫ് ദ പേഴ്സൺ ഹു ഷെയർ ഹാവ് ബീൻ ഫോർഫിറ്റഡ് കേസസ് ഇഫ് ആൻഡ് വെൻ ദ കമ്പനി റിസീവ്സ് പേയ്മെൻറ്റ് ഇൻ ഫുൾ ഓഫ് ഓൾ സച്ച് മോണീസ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഷെയർസ്. ഇതിലെന്താണ് പറയുന്നത്, അതായത് ഫോർഫീറ്റുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിക്ക് അത്തരം എല്ലാ എമൗണ്ടും മുഴുവനായിട്ട് പേയ്മെൻറ്റ് ലഭിക്കുമ്പോൾ ഫോർഫീറ്റ് ഷെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ബാധ്യത അവസാനിക്കുന്നു. ഇനി തേർഡ് പോയിന്റ്, ലയബിലിറ്റി ആസ് എ പാസ്റ്റ് മെമ്പർ. The former holder shall remain liable as a past member to pay call if liquidation taken place within 1 year of the forfeiture. ഇതിൽ ഒരു വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ അടയ്ക്കാനുള്ള മുൻ അംഗം എന്ന നിലയിൽ അല്ലെങ്കിൽ മുൻ ഓണർ ബാധ്യസ്ഥനായിരിക്കും. പിന്നെ ഫോർത്ത് പോയിന്റ് നോക്കാം, പ്രോപ്പർട്ടി ഓഫ് ദി കമ്പനി. On forfeiture, the forfeited shares become the property of the company. This may be reissued or otherwise disposed of on such terms made by the board. ഇതിൽ പറയുന്നത് ഫോർഫീച്ചർ നടത്തിയ ഷെയറിനെ കമ്പനിയുടെ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ
അതുകൊണ്ട് തന്നെ ബോർഡ് ഉണ്ടാക്കിയ ഇത്തരം നിബന്ധനകളിലും ഇവ വീണ്ടും റീഇഷ്യൂ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. Reissue of forfeiture of shares. The forfeited shares are transferred in the name of the buyer and a public notice is given stating the shares are forfeited on account of non-payment of calls. The buyer's name will put on the register of members and a new certificate will be issued in these shares. The transferee shall thereupon be registered as a holding on the shares. റീഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർഫീച്ചർ ഷെയറിനെ റീഇഷ്യൂ ചെയ്യണമെങ്കിൽ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഷെയർ വാങ്ങാൻ പോകുന്ന ബയ്യർക്ക് ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കണം. അങ്ങനെ ഫോർഫീച്ചർ നടത്തിയിട്ടുള്ള അതുപോലെ തന്നെ എത്രത്തോളം നോൺ പേയ്മെൻ്റ് ആണ് കോൾസിൽ നിന്നുള്ളത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പബ്ലിക് നോട്ടീസ് ബയ്യർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ബയ്യറിൻ്റെ നെയിം കമ്പനിയുടെ രജിസ്റ്ററിൽ മെൻഷൻ ചെയ്യുമ്പോഴാണ് കമ്പനിയോട് ഒരു മെമ്പറായിട്ട് വരിക. അപ്പോൾ പിന്നെ ആ ഷെയർ വാങ്ങാൻ പോകുന്ന വ്യക്തിക്ക് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ ട്രാൻസ്ഫർ എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇനി കമ്പനിയുടെ ഷെയർ വാങ്ങാൻ പോകുന്ന വ്യക്തിയെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഫോർഫിറ്റഡ് ചെയ്ത ഷെയറിൻ്റെ ബാക്കി കോൾ എമൗണ്ടാണ് ഇനി ഇയാൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ഫോർഫീച്ചർ നടത്തിയ ഷെയറിൻ്റെ കമ്പനിക്ക് വേണമെങ്കിൽ ഡിസ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് റീഇഷ്യൂ വേണമെങ്കിൽ ചെയ്യാം. അടുത്തത് ഫോർഫീച്ചറും സറണ്ടർ ഓഫ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫോർഫീച്ചർ നോക്കാം. ഇറ്റ് ഈസ് എ കമ്പൽസറി ആക്ട് ബൈ ദ കമ്പനി ആയിരിക്കും ഫോർഫീച്ചറിൽ. സറണ്ടറിൽ ഇറ്റ് ഈസ് എ വോളണ്ടറി ആക്ട് ബൈ ദ ഷെയർസ് ഹോൾഡേഴ്സ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് കമ്പൽസറി ടേക്ക് ഇനിഷ്യേറ്റീവ്, പിന്നെ ഇവിടെ ഷെയർ ഹോൾഡേഴ്സാണ് ടേക്ക് ഇനിഷ്യേറ്റീവ് ആക്കുന്നത്. പിന്നെ ഫോർഫീച്ചർ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആയിരിക്കും ഫോർഫീച്ചറിൽ. സറണ്ടറിൽ റിലേറ്റീവ്ലി ഈസി പ്രൊസീജിയർ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് കനോട്ട് ബി ഫോർഫീച്ചർ, അതായത് ഫോർഫീച്ചറിൽ മുഴുവനായിട്ട് പെയ്ഡപ്പ് ചെയ്ത ഷെയർസ് ഒരിക്കലും ഫോർഫിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഫുള്ളി പെയ്ഡപ്പ് ക്യാൻ സറണ്ടർ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ന്യൂ ഷെയർസ്, അതായത് പുതിയ ഷെയറിന് പകരമായിട്ട് ആണെങ്കിൽ ഇവിടെ ഫുൾ പെയ്ഡപ്പ് ഷെയർസിനെ സറണ്ടർ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് സറണ്ടർ പറയുന്നത്. താങ്ക് യു.